Okay, right. Appo, good morning. Good morning. Good morning, sir. Good Okay, morning, right. sir. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇതായിരുന്നല്ലേ ലാസ്റ്റ് ഞാൻ പോകുന്ന പോക്കിന് തന്ന പ്രോബ്ലം. A solid shaft of 150 mm diameter is used to transmit torque. Okay, a solid shaft of 150 mm diameter is used to transmit a torque. Find the maximum torque transmitted if the maximum shear stress induced is 45 Newton per mm square. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആൻസർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാം. ആർക്കെങ്കിലും ചെയ്ത് കിട്ടിയോ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. സർ അത് ഏത് ഫോർമുല എടുക്കണ്ടേ? ഇതിൽ ഫോമിൽ എടുക്കേണ്ടതാ. ഓക്കെ, നമുക്ക് ഏതാണ്ട് ക്ലാരിറ്റി ആക്കാം. ഓക്കെ സാർ, പോട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലം കിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി അങ്ങ് പോയി. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് പലതും ഫസ്റ്റ് മൊഡ്യൂളിലെ പല കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഓക്കെ, കാരണം ആ പേപ്പർ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെനിക്ക് എന്തൊക്കെയാണ് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോ പക്ഷെ അതുപോലെയല്ല ഈ പിന്നെ ടോർഷന്റെ ഒക്കെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതില് നമുക്ക് പലതും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് മേക്ക് എ ഫിഗർ. Okay, so when you are given a problem based on the condition, first of all make a figure, a simple figure or a rough figure. Okay, now and mark whatever is given over there. Okay, and then start finding the unknown. Okay, എന്ന് വെച്ചാൽ എല്ലാം വരച്ചു നോക്കുക, കാര്യങ്ങളെല്ലാം തന്ന ഗിവൺ ഡാറ്റാസ് ഒക്കെ നോക്കുക, എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക, എന്നിട്ട് പതുക്കെ അത് ക്രാക്ക് ചെയ്യുക. ഓരോ സൈഡിൽ നിന്നായിട്ട് നമ്മള് പിന്നെ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. നമ്മൾ ചൂട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, നേരെ നടുവിൽ പോയിട്ട് വിരലിടുകയല്ല ചെയ്യുക അല്ലെ. നമ്മള് ചുറ്റുപാടൊന്നും പിന്നെ ഒന്നൊന്ന് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് ചുറ്റുന്നും കഴിച്ച് അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകും. അതുപോലെ തന്നെ വേണ്ട, നമ്മൾ ഒന്ന് അൺപാക്ക് ചെയ്യുക ആ ക്വസ്റ്റ്യനെ. നമുക്ക് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര ഭീകരമായിട്ടൊക്കെ തോന്നും. ഇപ്പൊ ടോർഷന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് എടുത്താലും എല്ലാ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചിലതൊക്കെ വളരെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തോന്നാം. ഓക്കെ, പക്ഷെ അതിന്റെ സൊല്യൂഷനിൽ അൾട്ടിമേറ്റ്ലി ഒറ്റ സാധനമേ ഉള്ളൂ. ഈ ഒറ്റ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുക. T/J = τ/r = gθ/L. ഓക്കെ, ഈ ഒരൊറ്റ ഇക്വേഷൻ തേർഡ് മോഡ്യൂളിന്റെ കേസ് ടോർഷന്റെ പ്രോബ്ലം വന്നാൽ ഈ ഒരു ഇക്വേഷന്റെ അപ്ലിക്കേഷൻ ആണ് അതിൽ ഉണ്ടാവുക. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, എങ്ങനെ വന്നാലും ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഫൈനലിൽ എത്തിച്ചേർന്നത്. ഇതിന്റെ ഏതെങ്കിലും സാധനം അൺനോൺ ആയിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ലോജിക്. ഓക്കെ, അത് ഇനീഷ്യലി എന്തൊക്കെ ചിലപ്പോൾ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇതിനൊന്ന് അപ്പൊ ആ ഫസ്റ്റ് നമ്മളൊരു ഒരു പ്രോബ്ലത്തിനെ ഒന്ന് ഇങ്ങനെ വെട്ടിച്ചുരുക്കുന്നതിന്റെ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡ്രോയിങ് എ സിമ്പിൾ ഓർ മേക്കിംഗ് എ സിമ്പിൾ ഡയഗ്രം. നമുക്ക് നോക്കാം. 50 mm ഡയമീറ്റർ. നമുക്ക് ആദ്യം ഒരു സോളിഡ് ഷാഫ്റ്റിനെ വരക്കാം. ഓക്കെ, സോ എ സോളിഡ് ഷാഫ്റ്റ് ഓക്കെ ഓഫ് 150 mm ഡയമീറ്റർ. യെസ്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാ? ബൈ 150 mm is used to transmit a torque. Okay, find the maximum torque. Okay, കാണാൻ പറഞ്ഞത് മാക്സിമം ടോർക്ക് എത്ര വരെ ട്രാൻസ്മിറ്റ് ചെയ്യാന്നാണ്. നമുക്ക് തന്നൊരു ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് യുവർ ഷിയർ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് അല്ലെ, മാക്സിമം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് അല്ലെങ്കിൽ ടോ മാക്സ് ഇസ് 45 Newton/mm². ഇത് പല രീതിയിൽ ക്വസ്റ്റ്യനിൽ പറയാം. ചിലപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാം. അല്ലെങ്കിൽ പെർമിസിബിൾ അല്ലെങ്കിൽ അലോവബിൾ ഷിയർ സ്ട്രെസ്, പെർമിസിബിൾ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് അലോവബിൾ ഒക്കെ ആയിട്ട് ചിലപ്പോൾ തരാം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെറ്റീരിയലിൽ താങ്ങാൻ പറ്റാവുന്ന പരമാവധി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 45 Newton/mm² ആണ്, ആസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. റൈറ്റ്, ആൻഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദ മാക്സിമം ടോർക്ക്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് 150 mm ഡയമീറ്റർ. യെസ്, ഇവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ ഇത്? സോളിഡ് ഷാഫ്റ്റ് ആണ്, ഹോളോ ഷാഫ്റ്റ് അല്ല. നമുക്ക് രണ്ട് ടൈപ്പ് ഷാഫ്റ്റിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് സോളിഡ് ഷാഫ്റ്റും രണ്ടാമത് ഹോളോ ഷാഫ്റ്റും. ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ സോളിഡ് ഷാഫ്റ്റ്. ഡയമീറ്റർ ഇസ് ഗിവൺ, maximum shear stress and all is given, right? And all you have to find is the torque, right? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ഇക്വേഷൻസ് ഒന്നും വേണ്ട. റെഡിമെയ്ഡ് ഇക്വേഷൻസിനൊക്കെ നമുക്ക് വരിച്ച് കളയാം. ഓക്കെ, നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഈ ഒരു ടോർഷൻ ആണോ പ്രോബ്ലം? യെസ്, ഇതിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ടോർക്ക് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, മെറ്റീരിയലിന്റെ താങ്ങാൻ പറ്റാവുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണ്? അതിന്റെ ഡയമീറ്റർ 150 mm ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് എത്ര ടോർക്ക് വരെ കൊടുക്കാം, എത്ര റൊട്ടേറ്റിംഗ് ഫോഴ്സ് എനിക്ക് ഇതിന്റെ മുകളിൽ കൊടുക്കാം എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഇതുപോലെ ഒരു സാധനം എടുത്തു, ഒരു ഷാഫ്റ്റ് ഉണ്ട്,
ഷാഫ്റ്റിന് താങ്ങാൻ പറ്റാവുന്ന സ്ട്രെസ് ഓക്കെ എത്രയാണെന്ന് നമുക്ക് തന്നു. ഇനി ഇതിന്റെ ഡയമീറ്റർ, യെസ് ഇതിന്റെ ഡയമീറ്റർ എനിക്കറിയാം. ഇനി ഇതിൽ എനിക്ക് എത്ര ഫോഴ്സ് വരെ ഇതിൽ കൊടുക്കാം. നമ്മൾ ഒരു പരിധിന്റെ മുകളിൽ ഫോഴ്സ് കൊടുത്താൽ എന്താവും, ഇത് രണ്ടായിട്ട് ബ്രേക്ക് ആവും അല്ലെ. അപ്പൊ ഇത് ബ്രേക്ക് ആവാതിരിക്കാൻ എനിക്ക് എത്ര ടോർക്ക് വരെ കൊടുക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ റൈറ്റ്. നൗ അപ്പൊ നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ എന്ന് വരാം അല്ല ഇക്വേഷൻ എന്ന് വരാം. സോ ബേസിക് ഇക്വേഷൻ ഇസ് T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ആണ്. പക്ഷെ ഇവിടെ റിജിഡിറ്റി മോഡുലസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, തീറ്റ വാല്യൂ തന്നിട്ടില്ല, പക്ഷെ ഷിയർ സ്ട്രെസ് വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ യു ക്യാൻ സോൾവ് ഇറ്റ് യൂസിങ് ദിസ് കണ്ടീഷൻ. എന്താ T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. റൈറ്റ്. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് സ്ട്രെങ്ത് കണ്ടീഷൻ. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് സ്ട്രെങ്ത് കണ്ടീഷൻ. മറ്റേ കണ്ടീഷൻ എന്താ, T/J ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇത് റിജിഡിറ്റി കണ്ടീഷൻ ആണ്. റിജിഡിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കണ്ടീഷൻ എന്ന് പറയും. സ്റ്റിഫ്നെസ് കണ്ടീഷൻ. സോ സിൻസ് യുവർ ജി തീറ്റ, ജി തന്നിട്ടില്ല, തീറ്റ തന്നിട്ടില്ല, ജി അറിയില്ല, തീറ്റ അറിയില്ല, ലെങ്ത് വാല്യൂ തന്നിട്ടില്ല, അപ്പൊ ഇതിൽ ഒരു വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അങ്ങനെ നെഗ്ലക്ട് ചെയ്യാം, അത് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. റൈറ്റ്. ഈ ഒരു കേസിലാണെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് കിട്ടും. ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഇല്ലോണ്ട് എന്ത് കിട്ടും, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ശരിയല്ലേ? റൈറ്റ്. സോ ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദിസ് വൺ. എന്താ, ടോർക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോർക്ക് ടി കാണാൻ ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്, എനിക്ക് ടി മാത്രമേ അറിയാണ്ടുള്ളൂ അല്ലെ. സോ ഐ ക്യാൻ റീഅറേഞ്ച് ദിസ് വൺ ആസ് ടി ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻടു ജെ. റൈറ്റ്. ഓൾറെഡി നമ്മളത് ഒന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്ത ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ വരുമ്പോ ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ആർ ഇൻടു പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സോളിഡ് ഷാഫ്റ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പൈ ബൈ 32 d raised to 4. ഓക്കെ, അപ്പൊ ഞാൻ റേഡിയസിന്റെ ഡയമീറ്ററിന്റെ ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ മൈ ഇക്വേഷൻ വിൽ ടേൺ ടു ബി പൈ ബൈ 16 ടോ ഡി ക്യൂബ് എന്ന് കിട്ടും. റൈറ്റ് അല്ലെ, പൈ ബൈ 16 ടോ ഡി ക്യൂബ്. റൈറ്റ്. സോ മൈ ടോർക്ക് ടി മാക്സ് is equal to pi by 16 tau max d cube. Right. Pi, that is equal to pi by 16. Maximum shear stress value, yes, it is given in the question, 45 Newton per mm square ആണ്, 45 into diameter value it is given 150 cube. Okay, expand it, you will get the answer. That's it. Okay, pi by 16 into shear stress 45 into 150 cube. That's it. Clear ആണോ? Concept clear ആണോ? വളരെ സിമ്പിൾ ആണ്. എല്ലാം ഈ രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. റൈറ്റ്. സോ യുവർ ഷിയർ സ്ട്രെസ് ടോ മാക്സ് ഇസ് ഈക്വൽ ടു ടി മാക്സ് ഇസ് ഈക്വൽ ടു ദിസ് വൺ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയാണ്, വലിയ വാല്യൂ ആണ് വരിക, 29820.5 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുന്നതിന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. റൈറ്റ്. സോ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് വൺ. ഓർ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇങ്ങനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ആരോ ഒരാൾ വീഡിയോ ഓണാക്കിയപ്പോൾ ഞാനിങ്ങനെ കണ്ടത്, നല്ല കിടക്കലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഫോണെല്ലാം പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്യുന്നേ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ കയ്യിലൊരു പേപ്പർ പെന്നും ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ലാഗ് വരുന്നുണ്ടെങ്കിൽ യു കൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ, ഞാൻ മുന്നോട്ടേക്ക് പോട്ടെ? പ്രോബ്ലം ക്ലിയർ അല്ലേ? അല്ലേ? ബാക്കിയുള്ളവര് ഓക്കെ. നമുക്ക് എന്നാല് ഞാൻ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയിട്ട് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് തരാം. എങ്ങനെ നമുക്കൊരു പ്രോബ്ലം, ടോർഷന്റെ പ്രോബ്ലം വന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്സ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ്. നൗ സീ നോർമലി ഏറ്റവും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, if the problem is on torsion, okay, torsion based on question എങ്കിൽ all you have to use is this equation, torsion equation, that is T/J equal to tau by r is equal to g theta by L. Okay, that is a very fundamental equation. Now ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് മാറ്റാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് സ്ട്രെങ്ത് കണ്ടീഷൻ ആണ്. സ്ട്രെങ്ത് കണ്ടീഷൻ. സെക്കൻഡ് വൺ
is the stiffness or a rigidity condition. Rigidity condition. എന്ന് വെച്ചാൽ T by J is equal to tau by R ആണ് ഈ കണ്ടീഷൻ. രണ്ടാമത്തത് T by J is equal to G theta by L is the next condition. Fine. Okay, ഇതാണ് എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ. റൈറ്റ്. നൗ നോർമലി നമുക്കിപ്പം ഞാൻ കാണിച്ചതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. അതിൽ എന്താണ്, ഇതിലെ ഏത് വാല്യൂ ആണെങ്കിലും അൺനോൺ ആക്കിയിട്ട് നമ്മളോട് പറയാം, കണ്ടുപിടിക്കാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ മാക്സിമം ടോർക്ക് കാണാൻ പറയാം. അതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. റൈറ്റ്. ബാക്കി കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് ആസ്ക് യു ടു ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്. സിമിലർലി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ആസ്ക് യു ടു ഫൈൻഡ് the maximum shear stress. Okay, maximum shear stress കാണാൻ പറയാം given torque value. Okay, ഇതാണ് രണ്ട് പോസിബിലിറ്റീസ്. ഇവിടെ രണ്ട് മാത്രമല്ല, ഒന്നുകൂടി ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇനി സെക്കൻഡ് കേസിലാകുമ്പോൾ സ്റ്റിഫ്നെസ് കണ്ടീഷൻ ബേസ് ചെയ്താകുമ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റുന്നത് സെയിം ഇതേ പ്രോബ്ലം പോലെ ചോദിക്കാം. മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ പറയാം given rigidity, theta and length. അങ്ങനെയാണെങ്കിൽ you have to use this equation. Okay, right. Similarly മാക്സിമം ടോർക്ക് തരാം, തീറ്റ വാല്യൂ തരും, എന്നിട്ട് ചിലപ്പോൾ റിജിഡിറ്റി, മെറ്റീരിയലിന്റെ റിജിഡിറ്റി മോഡുലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, അടുത്തൊരു അൺനോൺ ആയിട്ട് ചിലപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ തീറ്റ ബൈ എൽ കാണാൻ പറയാം. ഓക്കെ, എത്ര പെർ മീറ്ററിൽ എത്ര ഡീഫോർമേഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് തീറ്റ കാണാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആംഗുലർ ഡീഫോർമേഷൻ കാണാൻ വേണ്ടി പറയാം. ഫൈൻ. ഇത് കൂടാതെ ഇതാണ് ഒരു ബേസിക്, നമുക്ക് നോർമൽ ആയിട്ട് ഇതിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇതിൽ അഡീഷണൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഇപ്പൊ നോർമലി നമ്മളോട് എപ്പോഴും നമ്മളിപ്പോ ആക്ച്വൽ റിയൽ ലൈഫ് ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ, നമ്മളെ ആക്ച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഒരു ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, അല്ലെ? ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കാണാൻ പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ദിസ് ഷാഫ്റ്റ് ഇസ് ട്രാൻസ്മിറ്റിംഗ് സം പവർ, ഫോർ എക്സാമ്പിൾ 100 kilowatt പവർ. ഓക്കെ, ഇത്രയും എനിക്കൊരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അത് 100 kilowatt പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ്, അത് ഒരു 1000 RPM കറങ്ങണം, 1000 RPM കറങ്ങണം, 100 kilowatt പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എത്ര? യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മൈൽഡ് സ്റ്റീൽ. ഓക്കെ, ഇങ്ങനെ വന്നാൽ ഇതാണ് ഒരു നോർമൽ കേസ് ഓഫ് പ്രോബ്ലം, അല്ലെ? നമ്മൾ ആക്ച്വൽ ലൈഫിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഡയമീറ്റർ ഒന്ന് ഫിക്സ് ചെയ്യാനാണ് നമുക്ക് ആവശ്യം വരിക. റൈറ്റ്. നൗ അപ്പൊ ഈ ഡയമീറ്റർ കാണാൻ നമുക്ക് ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ, സോ മെയിൻ ഇതിലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് ഇസ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് or designing shaft, design of shaft. Okay, shaft design ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാണ് വേണ്ടത്. റൈറ്റ്. സോ ഈ ഷാഫ്റ്റ് ഡിസൈൻ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. അതാണ് ഈ പറഞ്ഞത്, ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയൻ, ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയൻ. ഓക്കെ, നൗ ഇപ്പോ ഷിയർ സ്ട്രെസ്, ഗിവൺ ഷിയർ സ്ട്രെസ് ആണെങ്കിൽ, ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇഫ് ഗിവൺ ഷിയർ സ്ട്രെസ്, റൈറ്റ്, and given shear stress ഉണ്ടെങ്കിൽ then you can use this method to find the diameter of the shaft. Okay, you can find the diameter of the shaft using this method. Right. Now if your angular deformation is given, if your theta value is given, then use this equation to find the diameter. Okay, രണ്ട് തരത്തിൽ ചോദിക്കാം. ചിലപ്പോൾ നമ്മളോട് പറയും using the stiffness or rigidity condition find the diameter of the shaft എന്ന് പറഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ യൂസിങ് ദ സ്ട്രെങ്ത് കണ്ടീഷൻ എന്ന് ചോദിച്ചിട്ട് തന്നെ വരാം. ഇത് അങ്ങനെ അല്ല എങ്കിൽ ആസ് പെർ ദ ഗിവൺ ക്വാണ്ടിറ്റീസ് യു ക്യാൻ ക്ലാസിഫൈ ദ പ്രോബ്ലം. ഓക്കെ, ഇഫ് ദ ഷിയർ സ്ട്രെസ് ഇസ് ഗിവൺ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ് പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ ചെയ്തതിൽ നമുക്ക് തീറ്റ വാല്യൂ ഒന്നുമില്ല, സോ യൂസിങ് ദിസ് ഇക്വേഷൻ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയില്ല, അല്ലെ? അപ്പോൾ ഇവിടെ ആസ് പെർ ദ ഗിവൺ വാല്യൂസ്, ഇഫ് ഷിയർ സ്ട്രെസ് ഇസ് ഗിവൺ ടേക്ക് ദിസ് ഇക്വേഷൻ, ആൻഡ് ഇഫ് തീറ്റ വാല്യൂ ഇസ് ഗിവൺ ടേക്ക് ദിസ് ഇക്വേഷൻ. ഓക്കെ, ചിലപ്പോ ഇത് രണ്ടും തരും. ഓക്കെ, തീറ്റ വാല്യൂയും തരും, അതുപോലെ എന്താ പറയാ ഷിയർ സ്ട്രെസ് വാല്യൂയും തരും. ഓക്കെ, ഗിവൺ ടോ മാക്സ് ആൻഡ് തീറ്റ രണ്ടും തരുവാണെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം പിന്നെ എന്താ പറയാ സ്ട്രെങ്ത് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഫൈൻഡ് ദ ഡയമീറ്റർ, then find the diameter using stiffness condition, using stiffness find the diameter, whichever is maximum, ഏതാണ് maximum, that is your final diameter. Okay, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എനിക്ക് സോൾവ് ചെയ്തപ്പോൾ 50 mm കിട്ടി, ഇത് 40 mm കിട്ടിയാൽ your final diameter D should be
50 mm, whichever is maximum. കാരണം ഏറ്റവും സേഫ് ആയിരിക്കണം അല്ലെ, നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ എപ്പോഴും സേഫ് ആയിരിക്കണം. സോ ടേക്ക് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദ ഡയമീറ്റർ. ദാറ്റ്സ് ഓക്കെ. സോ ഇതാണ് ഒരു ക്രൈറ്റീരിയൻ ഓഫ് പ്രോബ്ലം. ഇത് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഈ തരത്തിലാണ് ചോദിക്കുക. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. ഇനി അതിന് കുറച്ച് ആഡ് ഓൺസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ. See, normally in normal general cases, or general type of problems. Okay, so your general type of problems, you will be given the power, okay, and also you will be given the RPM. Okay, now given data are power and RPM n value. Okay, so in that case you can find the torque. Okay, 2 pi n by 60. Power is equal to 2 pi n by 60. Now on substituting you can find the mean torque. Mean torque is equal to 60p divided by 2 pi n. 60p divided by 2 pi n. Right. Okay. So using that you will get the mean torque. This average torque ആണ്. Solve ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് average torque ആണ്. Okay. If nothing is given, if nothing is specified in question, specified about the relationship between T max and T mean, take T max is equal to T mean. Okay, maximum equal to T mean ആയിട്ട് എടുക്കാം. ഓക്കെ, ചിലപ്പോൾ സ്പെസിഫിക് കണ്ടീഷൻ തരും. ഫോർ എക്സാമ്പിൾ ടേക്ക് യുവർ മാക്സിമം ടോർക്ക് ആസ് 1.5 ടൈംസ് ഓഫ് ദ ആവറേജ് ടോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ക്വസ്റ്റിൽ തന്നെ ഒരു ഗിവൺ കണ്ടീഷൻ ഉണ്ടാവും. ഇൻ ദാറ്റ് കേസ് ടേക്ക് ദാറ്റ് വാല്യൂ. ഓക്കെ, സോ ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ കണ്ടീഷൻ ടേക്ക് ദ using the relationship take the maximum torque value. Then to find the diameter, use this equation. T max is equal to pi by 16 tau d cube for a solid shaft. Solid shaft ആണ് ഇതാണ് your standard equation. Now using this relationship you can find the diameter of the shaft. Now if you are asked to find the diameter of a hollow shaft, you can use the equation pi by 16 tau d cube into 1 minus k to the power 4 equation for finding the diameter of a hollow shaft. Okay, so ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രോബ്ലത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇതിനെ പല രീതിയിൽ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കുന്നു മാത്രം. റൈറ്റ്, ഇത് ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. പക്ഷെ തൽക്കാലം ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഒന്നിക്കൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഓക്കെ, പോട്ടെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ക്ലിയർ ആയിക്കോളും. ഫൈൻ. ഓക്കെ, പോട്ടെ, അല്ലേ? ഓക്കെ അല്ലേ? Sir. Okay, fine. Okay, അപ്പൊ ഇങ്ങനെയാണ് സെക്കൻഡ് പ്രോബ്ലം നോട്ട് ചെയ്യാം. ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയാമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, of diameter 15 centimeter when the shaft transmits 150 kilowatt power at 180 rpm. 150 kilowatt power at 180 rpm. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്യുക. എൻ്റെ ഒരു ഡയഗ്രം ഒന്ന് വരച്ച് നോക്കുക. എങ്ങനെ ചെയ്യണം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ നോക്കാം. Find the maximum shear stress induced in a solid circular shaft of 15 centimeter diameter. 15 centimeter diameter when the shaft transmits 150 kilowatts. Sir, question ഒന്നും കൂടി വായിച്ചിട്ടോ, ക്ലിയർ ആവുന്നില്ല. Question ആണ് find the maximum shear stress. Find the maximum shear stress
find the maximum shear stress induced maximum shear stress induced in a solid circular shaft maximum shear stress induced in a solid circular shaft of diameter 15 centimeter of diameter 15 centimeter when the shaft transmits when the shaft transmits 150 kilowatt when the shaft transmits 150 kilowatt power 150 kilowatt power 150 kilowatt power at 180 rpm 180 rpm at 180 rpm. ഓക്കെ, എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? അധികം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പെട്ടെന്ന് നോക്കിക്കോ. 5 മിനിറ്റ് സമയം തരാം. 10:47 10:52 വരെ സമയം എടുത്തു. ഡയഗ്രാം വരക്കുക ഫസ്റ്റ്, then proceed.
യെസ് അല്ലേ? കിട്ടിയോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ഷിയർ സ്ട്രെസ് മീൻ ടോർക്ക് കിട്ടിയായിരിക്കും. ടോർക്ക് വാല്യൂ 9.5 എത്രയാണ്? 9.5 7.96 റൈറ്റ്. പക്ഷെ യൂണിറ്റ് എന്താണ്? വാല്യൂ കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ വാല്യൂ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. 7, 9 ഒക്കെ ഉണ്ട്, പക്ഷെ യൂണിറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യും പറയാം. എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്തേ? ടോർക്ക് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പരിപാടി? ഒന്നോടൊന്ന് വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ കിലോ, എനിക്ക് തോന്നുന്നു കിലോ വാട്ടിനെ വാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവില്ല. ആ വാല്യൂ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടാവും. 15 വെച്ചിട്ട് തന്നെ എനിക്ക് ചെയ്തിട്ടുണ്ടാവും. 15 into 10 ക്യൂബ് എടുക്കണം, എന്നാലും കറക്റ്റ് ആവും. എന്താണ് അവസ്ഥ? ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 15 സെന്റിമീറ്റർ. റൈറ്റ്, നമുക്ക് ഫസ്റ്റ് ഡയഗ്രാം തന്നെ വരക്കാം. സോ ഇവിടെ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ, ഓക്കെ, സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്. കഴിഞ്ഞ കേസിൽ മാക്സിമം ടോർക്ക് ആയിരുന്നു. ഹിയർ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് induced in a circular shaft, solid circular shaft of diameter 15 centimeter. എന്ന് വെച്ചാൽ it is equal to 150 mm. Right, അതെല്ലാം mm ലാണ് ചെയ്യുന്നത്. Right, now again your power transmit, it is transmitting a power of 150 kilowatt. Okay, so convert it to watts. 150 into 10 cube watts. Okay, and with an RPM, n is equal to 180 RPM on. Right, 180 RPM. Right, so from this എനിക്ക് എന്ത് കാണാം? ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രോബ്ലം. ഇതേ ഫോമിലേക്കാണ്. So you can first find out the torque. Right, the torque acting on this shaft. Right, so we have P is equal to 2 pi n T by 60. Okay, so on cross multiplying you will get the mean torque. Mean torque is equal to 60 P divided by 2 pi n. Solving എന്ത് കിട്ടും? 60 into P value is 150 അല്ലേ? 60 into 150 into 10 cube divided by 2 into 3.14 into n is 180. Right, on substituting you will get the value as solve ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 7957. Okay, 7957.7 Newton meter എന്ന് കിട്ടും. 7 Newton meter. That is your average torque value. Right, അതെ, റൈറ്റ്. നമുക്ക് എല്ലാം കിട്ടുന്ന പ്രോബ്ലം ടു വാട്ടിലേക്ക് മാറ്റണം. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന യൂണിറ്റ് മീറ്ററിലായിരിക്കും. അതാണ് വേറൊരു കാര്യം. റൈറ്റ്, 2 pi nt by 60 വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ always you will get the answer in Newton meter. Okay, you can convert it to Newton mm by multiplying 7957.7 into 10 to the power 3 Newton mm. കാരണം ന്യൂട്ടൺ mm ലായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. റൈറ്റ്, ബാക്കിയെല്ലാം നമ്മൾ mm ലാണ് ചെയ്യുന്നത്. റൈറ്റ്, ഓക്കെ, നൗ ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയായി അല്ലെ? ഇനി എന്താ കാണണ്ടേ? മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. സോളിഡ് ഷാഫ്റ്റ് ആണ്. സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വി ഹാവ്
maximum T max is equal to pi by 16 tau d cube. So the diameter value is given at 150 ആണ് അല്ലേ? Diameter value is given. T maximum value കാരണം വേറെ കണ്ടീഷൻ തരാത്തതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് if nothing is specified you can take T mean is equal to അല്ലെങ്കിൽ T maximum is equal to T mean എന്ന് പറഞ്ഞിട്ട് എടുക്കാം. So you can directly take that value എന്താണ് 7957.7 into 10 to the power 3 is equal to pi by 16 into tau into 150 cube. Okay, on solving that you will get the value for shear stress. Okay, you can solve it and find the value for shear stress. That's it. Okay, ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു പ്രോബ്ലം കൂടെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇന്ന് തന്നെ ചെയ്യണം, നാളെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിർബന്ധമായിട്ട് ചെയ്യണം. അത് കൺസെപ്റ്റ് എത്രത്തോളം ക്ലിയർ ആയെന്ന് മനസ്സിലാവണം. നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ള ടൈമില്ല ഒന്നാമത്, കാരണം ഈ ഒരു മൊഡ്യൂൾ വളരെ ലെങ്തിയാണ്, വലിയ മൊഡ്യൂളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാൻ. അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്താലേ രക്ഷയുള്ളൂ. സർ N 150 ആണോ 180 ആണോ? 180 RPM 180. ഓക്കെ, സി വാല്യൂസ് എല്ലാം ഇമ്മറ്റീരിയൽ ആണ്. എനിക്ക് നിങ്ങളെ പ്രൊസീജിയർ ക്ലിയർ ആവണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം ഞാൻ ഇന്ന് വൈകിട്ട് തരാം. നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. Just tell me your attendance. Akash. ഇല്ല. അഖിൽ. Sir. അമിത്. ഇല്ല. Sir. ഉണ്ട്. അനിരുദ്ധ്. Present sir. കാർത്തിക്. Present sir. ലാദിൻ. മുഹമ്മദ് ലാദിൻ. ഷസാദ്. മുക്തസിം. ഓക്കെ. അസഫ്. ആബ്സെന്റ് ആ? അസഫ് ഉണ്ടായിരുന്നല്ലോ. ഫർദീൻ. മുഹമ്മദ് ഫർദീൻ. Present sir. ഫത്തേഹ്. Present sir. മുഹമ്മദ് സമ. മുഹമ്മദ് സിയാൻ. Present sir. നിഷാഖ്. Present sir. നിവേദ്. Present sir. പ്രത്യുഷ്.